എല്ലാവർക്കും നമസ്കാരം. അന്നാരാജൻ ഓണമായിട്ട് ഒന്ന് വൈറലാകണം, ചർച്ചയാവണം എന്ന് വിചാരിച്ചതിനെ കച്ച കെട്ടി ഇറങ്ങാന്നൊക്കെ പറഞ്ഞാൽ ഇന്നലെ ഒന്ന് കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും വൈറലായി. ഫേസ്ബുക്കിലൊക്കെ മില്യൺ കണക്കിന് വ്യൂസാണ് വന്നിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലും കുഴപ്പമില്ല. അപ്പൊ ആ സീൻ കണ്ടാത്തവരുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ലായിരിക്കും, അത്രയേ ആൾക്കാരും കണ്ടിട്ടുണ്ട്. നമ്മുടെ ബിൻസി ഇന്നാൾ അക്ബറിന്റെ കല്യാണത്തിന്, ചാച്ചന്റെ ഓട്ടോ ബിൻസി, ബിഗ് ബോസ് താരം ബിൻസി അക്ബറിന്റെ കല്യാണത്തിന് വന്ന് നിന്നപ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും തോന്നിയ ഒരു കാര്യമുണ്ട്. ഒരു ഫിഷ് കട്ട് അണ്ടർസ്കേർട്ട് ഇടുന്ന പോലെ ആയിരുന്നു പുള്ളിക്കാരത്തിയുടെ അന്നത്തെ ഡ്രസ്സിന്റെ ഡിസൈൻ പോയി. അന്നേരം അത് കണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നിയൊരു തോന്നലുണ്ട്, സാരി ഉടുക്കാൻ മറന്നു പോയല്ലേ എന്ന്. ആ തോന്നലായിരുന്നു. ആ ബ്ലൗസിനും അങ്ങനെ. ഇതിങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ ഇടുന്ന ബ്ലൗസിന്റെ ഇറക്കക്കുറവാണ് വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത്. സാരി ബ്ലൗസിന്റെ ഇറക്കത്തിൽ തയ്ച്ചു കഴിഞ്ഞിട്ട് ഒപ്പം ഈ ഒരു പാവാട ഇനി നന്നായിട്ട് അന്നെ ഇപ്പൊ പാവാട വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് ഉള്ളതുണ്ട്. എന്നാലും നമുക്ക് ഇവര് സാരി ഉടുക്കാൻ മറന്നു പോയോ എന്ന് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ ബ്ലൗസിന്റെ ഇറക്കം അങ്ങോട്ട് കുറഞ്ഞു വരുമ്പോൾ അത് സാരി ബ്ലൗസാണ്. അതല്ലാതെ പാവാടയ്ക്കും ബ്ലൗസിനും ഇടയ്ക്ക് ഒരു നേർ വര പോലെ മാത്രം വയറ് കാണുന്ന അത്ര ഇറക്കത്തില് ബ്ലൗസ് തയ്ച്ചാൽ ഈ ഒരു സംശയം വരെയല്ല. അല്ലാത്തവർക്ക് ഇതെന്താണ് സംഗതി എന്ന് മനസ്സിലാവില്ല. ഇവര് ഇതെന്താ ഇങ്ങനെ വന്നേ, ഇങ്ങനെ ഇറങ്ങി പോകുന്നതാണോ, സാരി ഉടുക്കാൻ ഇവര് മറന്നു പോകുന്നോ, തമാശയായിട്ടാണെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് സാരി ഉടുക്കാൻ മറന്നുപോയോ എന്നുള്ള മെയിനാ. ബിൻസിയാണ് അത് ആദ്യം ഇറക്കുമതി ചെയ്തെന്ന് പറയാം. ഇപ്പതേ അന്നാരാജനും ഓണമൊക്കെ അല്ലേ എന്നും പറഞ്ഞ് വന്നിട്ടുണ്ടെന്ന് കണ്ടു. ആൾക്കാര് കുറവാണോ? എന്നോട് പോയി ഒരുപാട് വർക്കുണ്ടല്ലോ. ഇന്ന് കൊറേ വർക്കുണ്ടല്ലേ. എടുത്തല്ലേ ഇനി എല്ലാം കൂടെ നമുക്ക് ഇടാൻ പറ്റില്ല. കൊല്ലാബ് കൊടുക്കാൻ പറ്റില്ല. ചേട്ടന്റെ പേജിലൂടെ കിട്ടാം. നാടൻ കോസ്റ്റ്യൂമിൽ വന്നെ. അതെ, ഇനി ഓണമായിരിക്കില്ല. അപ്പൊ ഓണത്തിന്റെ മാച്ചിങ് കളേഴ്സ് ആയിരിക്കും. ഓണ തീമിലുള്ള കോസ്റ്റ്യൂമാണ്. ഞാനും റെഡി, നമുക്ക് ഒരുമിച്ച് കളിക്കാം കേട്ടോ. ഞാനക്കുടയിൽ വരാൻ സാധിച്ചതിൽ, അതോടൊപ്പം തന്നെ പ്രമുഖ വ്യക്തികളോട് സ്റ്റേജ് പങ്കിടാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ബാംഗ്ലൂർ ലാൻഡ് എനിക്ക് തോന്നുന്നു എനിക്ക് ആശയം വന്നത് ചേട്ടന്റെ പിള്ളേർക്ക് കളിക്കാൻ ഒരു സ്ഥലം വേണം. അപ്പൊ കുറച്ച് സേഫ് ആയിട്ട് ഒരു സ്ഥലം കളിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഇൻഡോർ ഗെയിം തന്നെ വിദ്യാലയങ്ങളിലെ എല്ലാ പിള്ളേരും ഒരുമിച്ച് കളിക്കട്ടെ എന്ന് വിചാരിച്ച് കൊണ്ടുവന്നു. അപ്പൊ നമ്മുടെ ചേട്ടൻ വേണം ആദ്യത്തെ ഒരു കൈയടി കൊടുക്കാം. കമന്റ് ബോക്സ്, ഫേസ്ബുക്കിന്റെ കമന്റ് ബോക്സ് നമുക്ക് വായിക്കാൻ ഒട്ടും തന്നെ പറ്റില്ല. ഇൻസ്റ്റയിലോട്ട് എത്തിക്കഴിയുമ്പോഴത്തേനും ഒരു ചെറിയൊരു സ്റ്റാൻഡേർഡും കൂടെ എത്തും. അപ്പൊ കമന്റ് ബോക്സ് വായിക്കണേ. ഇത് ഓണം മാച്ചിങ് അല്ല, വേറെ എന്തോ ആണ് കാണിക്കാൻ വേണ്ടി വന്നാണെന്ന് പറയത്തേ ഇല്ല എന്നുണ്ട് എന്നാണ് മൊത്തം കാണിക്കുന്നത്. മൊത്തം കാണിക്കാൻ പറ്റില്ല കേട്ടോ, അതറിയില്ല. നമ്മുടെ രാജ്യത്ത് അങ്ങനെ മൊത്തം കാണിച്ച് നടക്കാൻ പറ്റില്ല, കേസാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എവിടെയോ എപ്പോഴൊക്കെയോ ഇന്റർവ്യൂല് വായിച്ചെന്താ പറയാ, മമ്മൂട്ടി ഏപ്രിൽ 1 തെരുവിലൂടെ, മമ്മൂട്ടിയാണോ മമ്മൂട്ടിയുടെ കൂട്ടുകാരാണ്, ഞാനിപ്പോൾ അതൊന്നും ഓർക്കുന്നില്ല. ഏതായാലും ലോ കോളേജിന്റെ സ്ട്രൈക്കിംഗ് ഏപ്രിൽ പൂളായിട്ട് അവർ നടത്തിയപ്പോൾ അത് കേസായിട്ടുണ്ട്. തുണിയില്ലാതെ തെരുവിലൂടെ ഓടാൻ ഓടുവോ എന്തൊക്കെയോ ചെയ്തപ്പോൾ അത് കേസായെന്ന് ഇങ്ങനെ ഒരു ഓർമ്മയുണ്ട്. അപ്പൊ നമ്മുടെ രാജ്യത്ത് തുണിയില്ലാതെ വരാൻ പറ്റത്തില്ല. ഇങ്ങനെ എങ്ങനെയൊക്കെ കാണിക്കാം, അതേ പറ്റത്തുള്ളൂ. ആൾക്കാർക്ക് കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ദക്ഷിണേന്ത്യൻ സ്ത്രീകൾ സൗന്ദര്യ റാണിമാരാണ്. ഇതാണ് ഞാൻ പറയുന്നത്. ഇൻസ്റ്റ കുറച്ചുകൂടി ഒരു ഇതുണ്ട്. എല്ലാ സ്ത്രീകളും പ്രചോദനം ഉൾക്കൊള്ളണം. അത് ഏതോ ഒരു വിരുദ്ധനാണ് ഇതിൽ നിന്ന്. പക്ഷെ അന്നാരാജൻ വന്നിരിക്കുന്ന കുഞ്ഞു കുട്ടികളുടെ മുന്നിലാണ്. എന്തോ ഗെയിമിന്റെ അതനുസരിച്ചുള്ള എന്തോ മാളാണ് ഉദ്ഘാടനം തോന്നുന്നു. അപ്പൊ കുഞ്ഞു കുട്ടികളുടെ മുന്നിലാണ് പുള്ളിക്കാരത്തി പാട്ടുപാടും എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. സൂപ്പറായിട്ടുണ്ട്. തിരുവോണം ഇപ്പൊ ഇങ്ങനെ തിരുവോണം ആകുമ്പത്തേനും തുണി കാണുകയായിരുന്നു. ഇന്നലെ ഞാൻ കണ്ടിരുന്നു, ഞങ്ങളൊന്നും പറയുന്നില്ലേ, പറഞ്ഞ പഴഞ്ചനാന്ന് പറയുവേ, ഞങ്ങളിത് വന്നു കണ്ടു പോണു, ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അത് ഒരു പരിധിവരെ തമാശയായിട്ടിട്ട കമന്റ് ആണെങ്കിൽ അത് സീരിയസ് ആണ്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ആ തമ്മിൽ പ്രോഗ്രാമിന്റെ അകത്ത് കണ്ടാണ്. അതിന്റെ അകത്ത് പ്രായമുള്ളവർ വന്നിരുന്നിട്ട് ഇങ്ങനെ ഡ്രസ്സ് വ്യക്തി സ്വാതന്ത്ര്യമാണ്, ഡ്രസ്സ് ധരിക്കുക എന്നുള്ള അവനവന്റെ ഇഷ്ടമാണ്, അതിന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി അവരെന്തിട്ടാലും അത് അവർക്ക് കംഫർട്ടാന്ന് തോന്നിയാൽ അവരിടുന്നതിനെ നമ്മൾ വിമർശിക്കാൻ പാടില്ല. നോക്കുന്നവരുടെ കണ്ണിൽ
നൂജനാണ് കുഴപ്പം, അങ്ങനെ ഘോരം നമ്മുടെ എല്ലാവരും അതേപ്പറ്റി അതിനെ താങ്ങുകയാണ് ചെയ്തത്. അപ്പം ഒരു സമൂഹത്തിലേക്ക് ആൺകുട്ടികളോട് ചോദിച്ചപ്പോഴും ആൺകുട്ടികളും പറഞ്ഞ എന്റെ പാർട്ണറായിട്ട് വരുന്നവർ ഈ വേഷത്തിൽ പോയാൽ തനിക്ക് ഇഷ്ടപ്പെടുവോളോ എന്നൊരമ്മച്ചി ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് അവൾക്കത് ഇഷ്ടമാണ് എങ്കിൽ അതിനെതിര് പറയത്തില്ല എന്നുള്ള രീതിയാണ് പറഞ്ഞത്. അപ്പൊ ന്യൂജൻ ഒരു ശരിക്കും പറഞ്ഞ നല്ലൊരു മാറ്റത്തിന്റെ പാതയിലൂടെയാണ് ന്യൂജൻ പറയുന്നത്. അപ്പൊ അതിനെതിരായിട്ട് ഇരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞാൽ നേരെ പിടിച്ച് മൂരാച്ചിയാക്കും. അപ്പൊ ന്യൂജൻ പിള്ളേർ എന്താണോ അതിനെ നമ്മൾ അനുകൂലിച്ച് നാടോടുമ്പോൾ മീന ദൃശ്യത്തിൽ പറയുന്ന പോലെ നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് പറയുന്ന പോലെയാണ്. പക്ഷെ നടുവേ ഓടാൻ എല്ലാവർക്കും ഒന്നും ഈ കാര്യത്തിൽ പറ്റാറില്ല. ഇത് കാണുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു വൾഗർ എന്ന് മാത്രമേ തോന്നുള്ളൂ. അങ്ങനത്തെ ഭാഷ തന്നെയാണ്, വൃത്തിയേട് പോലെയാണ് നമുക്ക് പെണ്ണുങ്ങൾക്ക് കാണുമ്പോൾ. നമുക്ക് എന്ന് പറഞ്ഞാൽ എന്റെയൊക്കെ പ്രായത്തിലുള്ള ന്യൂജൻ പിള്ളേർ ഈ സൗന്ദര്യം ആസ്വദിക്കുന്നുണ്ട്. അത് അന്നാരാജന് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അന്നാരാജൻ ഈ ടൈപ്പ് വേഷത്തിൽ വന്നത്. നേരത്തെ സാരിയും ബ്ലൗസും ഇട്ട് വന്നപ്പോൾ നമ്മൾ ഹണി റോസിനെ വെറുതെ കിടന്ന് അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് അയ്യോ അത് വെച്ചുകെട്ടാണ്, അത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന്. പക്ഷെ ഇപ്പൊ എന്താ തോന്നുന്നത്, ഒരു സാരിയുടെ ഒരു മുന്താണി ഈ വഴിയേലും പോകുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മതിയായില്ലേ ഹണി റോസിനെ പറഞ്ഞു. ഇപ്പൊ ആ മുന്താണി എടുത്തങ്ങ് കളഞ്ഞു. ഈ സാരിയുടെയും ഈ ബ്ലൗസിനെയും കൂടെ ഒരു മുന്താണി ഇങ്ങനെ ഇട്ട്, മുന്താണിയല്ല ഒരു ഷാൾ ഇങ്ങനെ അങ്ങ് ഇട്ട് പോയിരുന്നുവെങ്കിൽ ഇതൊരു ഹാഫ് സാരിയിലും ആക്കായിരുന്നു. നമുക്കിത് കാണുമ്പോൾ അതാണ് തോന്നുന്നത്, ഒരു ഷാൾ ഇടുമായിരുന്നു ഒരു ഹാഫ് സാരി ആക്കിയത്. ഇത് അത് ഹാഫ് സാരി സങ്കല്പമൊക്കെ പഴയ സങ്കല്പമാണ്, അതൊക്കെ പോയി. ഇപ്പൊ ഇതാണ് സങ്കല്പം. പക്ഷെ ഇതൊരു വേഷമാണ്, ഇപ്പം ട്രെൻഡിങ് ആയിട്ട് ഇടുന്ന വേഷം. പക്ഷെ ആ ഇടുന്ന വേഷം എല്ലാ കുട്ടികളും ഇടുമ്പോൾ ഈ സാരി ബ്ലൗസിന് കുറച്ചുകൂടെ ഇറക്കം വരും. പാവാട നല്ല സ്റ്റൈലായിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഷാളെ കുറെ വർക്കെല്ലാം ചെയ്തും ചിലരിടും. ഇനി ഷാളെ വർക്ക് ഇല്ലാതെ ഇട്ട് നിന്നാല് നമ്മള് കണ്ടിട്ടില്ലേ പല സെലിബ്രിറ്റീസിന്റെ കല്യാണത്തിനും ഇതേ വേഷം ഇട്ട് വരുന്നുണ്ട്, നിറയെ വർക്ക് ചെയ്ത് നല്ല ഇതായിട്ട്. നമുക്കതൊരു വൃത്തികേടായിട്ട് തോന്നത്തേയില്ല. ബ്ലൗസാണ്, ബ്ലൗസും പാവടെ, പക്ഷെ നമുക്കതൊരു വൃത്തികേടായിട്ട് തോന്നില്ല. അത്രയും വയറൊന്നും ഒട്ടും കാണാത്ത രീതിയിൽ ഇറക്കത്തില് അങ്ങനെ ഇടും. പക്ഷെ ഇവരതിനെ കോപ്പി അടിക്കുന്നതാണ്. കോപ്പി അടിച്ച് ഇവര് വരുമ്പോഴത്തേന് ഇവർ എല്ലായിടത്തും വെട്ടി ഇറക്കം അങ്ങ് കുറച്ച് സാരി ബ്ലൗസ് പോലെ തന്നെയാകും. അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് സാരി ഉടുക്കാൻ മറന്നു പോയതാണോ എന്ന് നമുക്ക് തോന്നുന്നതിന്റെ കാര്യം ഇതാണ്. ഇവിടെ ഇരുന്ന് അന്നാരാജന്റെ ഡ്രസ്സിനെ പറ്റി ഒരു കുറ്റവും പറയാൻ പറ്റില്ല. അയ്യോ മൂരാച്ചികൾ ഇവര് ചത്തൊടുങ്ങിയാലേ ഇനി രക്ഷപ്പെടുമെന്നും പറഞ്ഞുള്ള കമന്റ് വരും. കാരണം ന്യൂജൻ പിള്ളേർക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഇത് വളരെ താല്പര്യം തന്നെയാണ്. ഒന്നും അതുകൊണ്ട് അതേപ്പറ്റി ആ ഡ്രസ്സിങ്ങിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ കുഞ്ഞു കുട്ടികളുടെ മുന്നിൽ വന്ന് നിന്ന് കുഞ്ഞു കുട്ടികളോട് സംസാരിക്കേണ്ട ഒരു ഫംഗ്ഷനാണ്. സംസാരിച്ചിട്ടുണ്ട് പുള്ളിക്കാരി. അപ്പൊ ആ സംസാരിക്കേണ്ട ഫംഗ്ഷന് ഈ ഒരു വേഷം ഇട്ട് വന്നു കഴിഞ്ഞാൽ നാളെയുടെ വാഗ്ദാനങ്ങളെ വാർത്തെടുക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഇതേ വേഷത്തിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ആ പിള്ളേർ ഇത് അങ്ങനെ തന്നെ കോപ്പി ചെയ്യാണ് ഉണ്ടാവാൻ പോകുന്നത്. അത്രേ ഉള്ളൂ. ഡ്രസ്സൊക്കെ ഇത് അംഗീകരിക്കാം, ഇതാണ് ആ മെസ്സേജ് കൊടുക്കുക. ഇത് കുഴപ്പമില്ല, ഇങ്ങനെ ഇട്ടാൽ കുഴപ്പമില്ല. ഇത് ഇവര് അവരുടെ മുന്നിൽ വലിയ ആൾക്കാരാണ്. അവരുടെ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യാമെന്ന് കുഞ്ഞു മനസ്സുകൾ നോക്കുമ്പോൾ ഇത് അനുകരിക്കാം, കുഴപ്പമില്ല എന്നുള്ള മെസ്സേജ് തന്നെയാണ് അവിടെ പോകുന്നത്. കുഞ്ഞു കുട്ടികളുടെയൊക്കെ മുന്നിൽ വരുമ്പോഴെങ്കിലും മാന്യത എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. കുറച്ചുകൂടെ ഈ സാരി ഉടുക്കാൻ മറന്നുപോയെന്ന് തോന്നുകയില്ലാത്ത വേഷം ഇടുന്നതായിരുന്നു അന്നാരാജനും നല്ലത്. കാരണം അന്നാരാജൻ പഠിച്ചു വളർന്നതും ജീവിക്കുന്നതും എല്ലാം കേരളത്തിൽ തന്നെയാണ്, അല്ലാതെ വിദേശ രാജ്യത്തൊന്നുമല്ല. അപ്പൊ ഇവിടെയുള്ളവരുടെ മനസ്ഥിതിയും ഇവിടെയുള്ള കുട്ടികളുടെ മനസ്ഥിതിയും എല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അവരുടെ മുന്നിൽ വൈറലാവാനാണെങ്കിലും ഈ ടൈപ്പ് വേഷം ഇട്ടത് അത്ര ശരിയായെന്ന് തോന്നില്ല. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.